ഊരമ്മേ. ഇത് അമ്മയുടെ ചിക്കനാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കണ അമ്മയുടെ ചിക്കനാ. ആ അമ്മ ഉണ്ടാക്കണ രീതിയല്ലേ. അമ്മണി ഉണ്ടാക്കണത് വേറെ രീതി. അമ്മ വളർത്തി വലുതാക്കിയ കോഴി അമ്മ തന്നെ കൊന്ന് കറി വയ്ക്കും. അങ്ങനെ അമ്മ ചെയ്യില്ല. എല്ലാവരും വളർത്തിയ കോഴിയാണെങ്കിൽ അമ്മ കറി വയ്ക്കും. സ്വന്തം കോഴിയാണെങ്കിൽ അമ്മ കറി വയ്ക്കില്ല. അതെ, മറ്റേ കൊന്ന പാവം തിന്നാ തീരുന്ന പറയണേ. അപ്പൊ എന്നിട്ട് അമ്മ കഴിക്കില്ലല്ലോ. അപ്പൊ അമ്മ ഭാബിയോട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം, എന്നെ തല്ലണം ഫസ്റ്റ് തന്നെ. ഇത് പേടിക്കണ്ട. അല്ലെങ്കിൽ എന്തിനാ പേടി? ഇത് ചെറിയ കുഴിയായ കാരണം തെറിച്ചു പോകുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ മതി. കിണറ്റിലിട്ട് ആരെങ്കിലും വെളുത്തുള്ളി ചതയ്ക്കോ അമ്മിണിക്കുട്ടി? ഇതിന് വലിയ കുഴി പിന്നെ ഞാൻ സ്പൂണില്ലാണ്ടല്ല കേട്ടോ, ഇത് കൈകൊണ്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ടാവും. കയ്യിലെ എന്റെ അമ്മ ക്യാമറയില് നമുക്കപ്പോൾ ഇത് വെക്കാൻ നേരത്ത് എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് ഇരിക്കണേന്ന് വെച്ചാൽ അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുമ്പോൾ അതിൽ പോകും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ സൂപ്പറാവും. ദേഷ്യമൊക്കെ കുറച്ച് സമാധാനമായിട്ട്. ഇതിപ്പോ ആരോടുള്ള ദേഷ്യ? ഇത് മറ്റേ മുകിൽ ഛർദിച്ചില്ലേ, അതിന്റെ വിഷമം. അത് വിഷമോ ദേഷ്യം കൂടിയിട്ട്. അപ്പം എന്തേലും വിഷമോ ദേഷ്യമുള്ളവരൊക്കെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച് ഇങ്ങനെ ആക്കാം. നമ്മളെന്തിനാ വെയിറ്റ് ചെയ്യണേ? മസാല പൊടിക്കുന്ന മസാല വരണവരെ ചെയ്യാലേ. കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാ മസാലപ്പൊടി ഇല്ലല്ലോ എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കോ. അമ്പടി കണ്ട, വെളിച്ചെണ്ണ കുപ്പിയിൽ കുറച്ച് വെളിച്ചെണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മള് കന്നാസിന്ന് നേരിട്ട് ഒഴിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ അമ്മണിക്കുട്ടി. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചീഞ്ചട്ടി ചൂടാവാണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മള് ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. പോട്ടെ, അങ്ങോട്ട് ഇതിൽ വെളിച്ചെണ്ണ ഇല്ലാത്ത കാരണം ഇതിൽ നിന്ന് ഒഴിക്കണേ. അതൊക്കെ കിട്ടി. അല്ല, അവര് ആൾക്കാർ വിചാരിക്കണ്ടേ ഇത് കുഞ്ഞ്. ഞങ്ങള് കന്നാസിന്ന് വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ. അല്ല, ഞങ്ങള് കുഞ്ഞു കുപ്പി ഉണ്ട്. പക്ഷെ കന്നാസി അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതെ, ഫസ്റ്റ് നമ്മളെ വെളുത്തുള്ളി വേണം ഇടാൻ. എന്താണെന്നറിയോ? എണ്ണ ചൂടാകുന്നതിന് മുന്നേ ഇടണോ? അതല്ല, അത് ചൂടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രശ്നമല്ല. വെളുത്തുള്ളി വേഗം അടിയിൽ ഇങ്ങനെ ഇതാവും. ഇത് സബോളയൊക്കെ തിരുമ്മി കൊടുക്കണം. ഒരു നോൺ വെജും കഴിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ചിക്കൻ ഉണ്ടാക്കാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കണം. ഇനി നമ്മൾ സബോള ഇട്ടു. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 സബോള. നുറുക്കണതിന് മുന്നേ അമ്മണിക്കുട്ടി കാണിച്ചില്ലായിരുന്നു. ഞാനെല്ലാം നന്നാക്കി വെച്ചിട്ട് കാണിച്ചില്ലായിരുന്നു. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കരിമീൻ, കുറച്ച് ഇഞ്ചി, പിന്നെ കടുകറ. ഇന്നലെ കപ്പ പുഴുങ്ങി വെച്ചിരിക്കുന്ന മസാലപ്പൊടി കഴിഞ്ഞത് കാരണം കൊണ്ട് മസാലപ്പൊടി വന്നിട്ട് വേണം. കോഴി ക്ഷമിക്കണം. അക്കു മസാലപ്പൊടി തീർന്നത് പ്രമാണിച്ച് മസാലപ്പൊടി വാങ്ങാൻ പോയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളവിടെ കളി. കോഴി ക്ഷമിക്കണം. ഇതാണ് കഴുകി വെച്ച കോഴിനെ നമ്മൾ ഇതിലേക്ക് ഇട്ടു. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് സ്നേഹം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കുശുമ്പ് കുഞ്ഞായിരുന്നു. അത് അമ്മണിയെ അയ്യോ കടുകാണ് തെച്ചു പോയി. കടുക് ക്ഷമിക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറ.
ബാക്കിയൊക്കെ ഉറത്തിട്ടാ മതി. കുരുമുളക് പൊടി മാത്രം വിതറിയാൽ. കുരുമുളകിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട. അതൊന്ന് മണത്തേ. ക്ഷമിക്കണം, ഇത് പാക്കറ്റ് ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇത് ഫ്രഷാണ്. ഇതാണ് നമ്മുടെ ചേരുവകൾ. അല്ല, നമ്മുടെ ചിക്കൻ കറിയുടെ രഹസ്യ കൂട്ടതാണല്ലോ. അതെ, അതാണ് നമ്മുടെ മസാല. കാണിച്ചു തരാറില്ല, പ്രത്യേക മസാലയാണ്. വളരെ നാച്ചുറലായിട്ട് സിന്തറ്റിക് ഒന്നും ഇല്ലാത്ത. ഞാൻ അല്ലാത്ത മസാലകൾ ഉപയോഗിക്കാറില്ല. ഉപ്പ് അല്ലേ? ആഹാ, മറന്നുപോലെ. ഇല്ല, ഇതില് ഒഴിക്കില്ല. എന്റെ ചിക്കനിൽ ഞാൻ ഒഴിക്കില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ അടച്ചു വെക്കുക. ഇത് അമ്മയ്ക്ക് ഉണ്ടായ ചിക്കൻ ഇതില് ഒഴിക്കും. അത് ഞാൻ ചുമ്മാ ഞാൻ ചിക്കൻ കഴിക്കില്ലല്ലോ. ഞാനപ്പോ ഇത്തിരി ചോറുണ്ണാൻ വേണമെങ്കിൽ തൈര് കൂട്ടി. വിശക്കുണ്ടല്ലേ? വിശക്കുന്നുണ്ട്. രാവിലെ ചായ കുടിച്ചതല്ലേ മോനെ. ഷെഫ് ഫുഡ് കഴിക്കുന്ന വീഡിയോ. ഇപ്പൊ ബ്രേക്കാണ്. ചിക്കൻ വേകുമ്പോഴത്തേനും സ്പീഡിൽ ചോറിനാണ്. അടികൂട്ടികളെ കാണാം. ക്യാമറമാനോത്തി ഞാൻ അങ്ങോട്ട് വരും ചിട്ടാടെ തകണ്ണം പിടിക്കാൻ. കൊല്ലും ഞാൻ. എടാ മറ്റേ ശ്രീനിവാസം കൊള്ളു. അതാ ഞാൻ പറഞ്ഞ പിശാച്. എരിവധിക അധിക ഇതെന്റെ അമ്മണിക്കുട്ടിക്ക് ചിക്കൻ കാലടക്കട്ടിട്ടുണ്ട്. കഴിച്ചു നോക്കിക്കോളൂ. കുറച്ച് തൈര്. ഇനി വേറെ രീതിയിലൊരു ചിക്കൻ വെക്കുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ. അതെ.